നിങ്ങൾ എത്ര തന്നെ കൈയടിച്ചാലും നിങ്ങൾ ആസ്വദിക്കുന്നത് എന്റെ ദൗർഭാഗ്യത്തെയാണ്. ഒരു ഭാര്യ ഭർത്താവിന്റെ ചെവിയിൽ സ്വകാര്യ നിമിഷങ്ങളിൽ പറയേണ്ടുന്ന പ്രശംസാവചനങ്ങൾ നിങ്ങൾ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് കേൾക്കേണ്ടി വന്ന എന്റെ ദുർവിധി. സ്വാഗത പ്രാസംഗിക പറഞ്ഞതുപോലെ എന്റെ ഇതുവരെയുള്ള പൊതുജീവിതത്തിൽ ഞാൻ നാട് മാത്രമേ നോക്കിയിട്ടുള്ളൂ. എന്റെ വീട് ഞാൻ നോക്കിയിട്ടില്ല. ഇന്ന് നിങ്ങൾ എന്നെ അധികാരമേൽപ്പിച്ചു, ഒരു മന്ത്രിയായിട്ട്. അങ്ങേയറ്റം ഉത്തരവാദിത്തത്തോടെ എനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു. യാത്രയ്ക്ക് കൊടിവെച്ച വണ്ടി, സുരക്ഷയ്ക്ക് മുന്നിലും പിന്നിലും പോലീസ് ജീപ്പ്, എന്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാതിരിക്കാൻ ഗൺമാൻ, ആജ്ഞാപിക്കാനും അനുസരിപ്പിക്കാനും ഔദ്യോഗിക വൃന്ദം. പക്ഷേ എനിക്ക് ഇന്നുവരെ ഒരു മന്ത്രി എന്ന നിലയിൽ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന കുറ്റബോധവുമുണ്ട്. കാരണം എന്റെ കുടുംബം ശരിയല്ല. കുടുംബമാണ് എല്ലാത്തിനും ആധാരം. കുടുംബത്തിൽ നിന്നാണ് സമൂഹം ഉണ്ടാവുന്നത്, സമൂഹം ചേർന്നാണ് രാഷ്ട്രമുണ്ടാവുന്നത്. കുടുംബത്തിൽ പരാജയപ്പെട്ട എനിക്ക് ഒരു മന്ത്രിയുടെ കസേരയിലിരിക്കാനുള്ള യോഗ്യതയില്ല. മന്ത്രിയാകുന്നതിന് മുമ്പുള്ള എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അധികാരമൊന്നുമില്ലായിരുന്നെങ്കിലും ഞാൻ മിടുക്കനായിരുന്നു. വരുമാനമൊന്നുമില്ലാതിരുന്ന എന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ ഞാൻ പോലും അറിയാതെ എന്റെ ഭാര്യ തിരികെ തന്ന നോട്ടുകളായിരുന്നു അന്നത്തെ എന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അടിത്തറ. ആ ചുറുചുറുക്കിനും പ്രസരിപ്പിനും കാരണക്കാരി നിങ്ങൾ എനിക്ക് സ്വാഗതം പറയാൻ വേണ്ടി മനഃപൂർവ്വം തെരഞ്ഞെടുത്ത മിസ്സിസ് വത്സല സുകുമാരൻ എന്ന നിങ്ങളുടെ ടീച്ചർ. എന്റെ 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 വാവ. നിങ്ങൾ പെൺകുട്ടികളാണ്. ഏതൊരു പുരുഷന്റെയും വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാവും. ഞാനും ഒട്ടും ഭിന്നനല്ല. ഒരു മന്ത്രി എന്ന നിലയിൽ എന്റെ കടമകൾ സമർത്ഥമായി നിർവഹിക്കണമെങ്കിൽ എന്റെ കുടുംബം ആദ്യം ചിട്ടപ്പെടുത്തണം. അതിന് വാവയെ നിങ്ങൾ എനിക്ക് തിരിച്ചു തരണം. ഞാൻ എന്റെ നയം വ്യക്തമാക്കണം. അറിഞ്ഞോ അറിയാതെയോ എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ഭർത്താവ് ഭാര്യയുടെ ചെവിയിൽ സ്വകാര്യമായി പറയേണ്ടുന്ന കാര്യം നിങ്ങളെ സാക്ഷി നിർത്തി ഞാൻ വെളിപ്പെടുത്തുക. വാവയെ അത് മാത്രം പറയരുത്.